ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു വിക്രൂസ് ടെക്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. ഒരുപാട് വർക്ക് സ്ട്രെസ്സിനിടയിൽ കുറച്ച് ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണിത്, ടുവേർഡ്സ് രാമേശ്വരം. രാവിലെ 3 മണിയായപ്പോൾ തന്നെ ഞാനും എൻ്റെ ഓഫീസിലെ ഫ്രണ്ടായ വിനീതും കൂടിയാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഇന്നത്തെ ഈ ആഴ്ചയിൽ എൻ്റെ ട്രിപ്പ് പ്ലാൻ ശ്രീലങ്ക വരെ എത്തിയിരുന്നെങ്കിലും താൽക്കാലിക ബഡ്ജറ്റിന്റെ കുറവ് കാരണം ഞാൻ ഈ ട്രിപ്പ് അങ്ങ് ചുരുക്കി രാമേശ്വരമാക്കിയതാണ്. എൻ്റെ ട്രയംഫ് ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല മഴയും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ട്രിപ്പ് കോയമ്പത്തൂർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ടീ ഷോപ്പ് കണ്ടു. നമ്മുടെ കേരളത്തിലെ 10 രൂപയ്ക്ക് കിട്ടുന്ന ചായ ഇവിടെ 15 രൂപയാണ്. എന്നാലും ചായ അടിപൊളി ചായയാണ്. ആരാപുരം എന്ന വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. വിനീതിന് വഴി അറിയാം. വിനീത് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ ചായ കുടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നല്ല സുന്ദരമായ റോഡ് കിട്ടിയിരിക്കുകയാണ്. എന്നാലും ഓവർ സ്പീഡ് ഒന്നുമല്ല. ഒരു 80-90-ലൊക്കെയാണ് ഞാൻ പോവാറ്. ഹൈവേ ആണ്. ഇടയ്ക്കിടയ്ക്ക് കുറ്റാക്കൂരി ഇരുട്ടുകളാണ് ഇവിടെ നമുക്ക്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ലൈറ്റ് ഉള്ള റോഡാണ്. നമുക്ക് നല്ല സുന്ദരമായിട്ട് സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പ് പതിവ് തെറ്റിച്ചില്ല. നമ്മളെ ഇപ്രാവശ്യവും വഴി തെറ്റിച്ചു. ഞങ്ങൾ ഏതൊക്കെയോ വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു പുഴയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട്. റോഡൊക്കെ ഫുൾ വെറ്റായി കിടക്കുവാണ്. ബാക്കിലിരുന്ന് വിനീത് വഴി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ മഴയും വെല്ലുവിളിച്ച് പൊക്കോണ്ടിരുന്നപ്പോഴാണ് മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പ്രോപ്പർ രാമേശ്വരം ഹൈവേയിലാണ്. പക്ഷേ ഈ മഴയത്ത് റൈഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതര സുഖമുണ്ട്. പക്ഷെ ആ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ല രസമാണ് ഈ മഴയത്ത് റൈഡ് ചെയ്യുന്നത്. പക്ഷെ കണ്ണ് കണ്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല. കുറച്ചും കൂടി പോയി നോക്കിയിട്ട് നല്ലൊരു പ്ലേസ് നോക്കി ഒതുങ്ങാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾക്ക് തീരെ പറ്റാത്ത സ്ഥിതി എത്തി. ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടാതായി. ഇവിടെ മൊത്തം വെള്ളവും വെള്ളപ്രളയവുമായി ഞങ്ങൾ വണ്ടി ഒതുക്കി. വിനീത് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇത് എവിടെയാണ് പോകുന്നത്, എന്താണ്, എനിക്കൊന്നും കണ്ണ് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒതുക്കിയത് എന്ന് ഞാൻ വിനീതിനോട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ അല്പസ്വല്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങി. പിന്നെയും ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മഴ ഒന്ന് മാറി നല്ലൊരു ചെറിയ സൂര്യ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിസുന്ദരമായ റോഡാണ്. കുഴികളില്ല, കുണ്ടില്ല. എന്നാൽ 2 സൈഡും വെള്ളവും. നല്ല രസമാണ് ഈ രാമേശ്വരം റോഡെന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടല്ല, ഒരുപാട് പ്രാവശ്യം രാമേശ്വരത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേകതരമായ റൈഡാണ്. ഞാൻ ഈ ബൈക്ക് എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് രാമേശ്വരത്ത് വരുന്നത്. അതിസുന്ദരമായ റോഡാണ്. ബൈക്ക് ഓടിക്കാനാണെങ്കിലും ബൈക്കും അടിപൊളിയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിശന്ന് വലഞ്ഞ് പൊക്കോണ്ടിരുന്നപ്പോൾ വിനീത് പറഞ്ഞു, എങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ടൊന്ന് മുമ്പോട്ട് പോവാം. അങ്ങനെ വിനീത് ഞാനും കൂടി വഴിയിൽ കണ്ട ഒരു കടയിൽ കയറി. പക്ഷെ നല്ലൊരു ഹോട്ടലാണ്. അത്യാവശ്യം റേറ്റുള്ള ഹോട്ടലാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡ് ഞങ്ങൾക്ക് കിട്ടി. നല്ല ഉഴുന്നോടെയും ചായയും ദോശയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടെ ട്രിപ്പ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇതാ പാമ്പൻ പാലത്തിന്റെ അടുത്തെത്താറായിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പാമ്പൻ പാലം ഒന്ന് എത്ര പ്രാവശ്യം പോയി കണ്ടാലും അതൊരു മതി വരാത്ത പോലത്തെ ഒരു ഫീലാണ് പാമ്പൻ പാലം. സോ ആ പാമ്പൻ പാലം വീണ്ടും ഞങ്ങൾ ഇപ്രാവശ്യം കാണാനായിട്ട് പോവുകയാണ്.
ഇതേ ഞങ്ങൾ പാമ്പൻ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പാമ്പൻ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. 2.2 കിലോമീറ്റർ ലെങ്ത് ഉള്ള പാലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് റെയിൽവേ ക്രോസും കാണാനായിട്ട് പറ്റും. അതായത് റെയിൽ ട്രാക്ക് ഇങ്ങനെ പോകുന്നത്. പഴയ റെയിൽ ട്രാക്കും പുതിയ റെയിൽ ട്രാക്കും ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1914 ഈ റെയിൽ ട്രാക്ക് പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ആ പഴയ റെയിൽ ട്രാക്ക് ഉപയോഗിക്കാറില്ല. എന്നാൽ തൊട്ടടുത്ത് പുതിയതായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു റെയിൽ ട്രാക്ക് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്ര എല്ലാം നടക്കുന്നത്. കുറച്ച് ദൂരം പോയി ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് ഒതുക്കി ഒരു ഫോട്ടോ എടുക്കണം, ജസ്റ്റ് പാമ്പൻ പാലമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒരു 2 മിനിറ്റിനകത്ത് ഞങ്ങൾ ഒതുക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കൊരു സെൻട്രൽ സ്പോട്ട് കണ്ടു. ആ സ്പോട്ടിൽ ഒതുക്കി എല്ലാം ഒന്ന് കവർ ചെയ്യാം, വീഡിയോ ഒക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വണ്ടി നിർത്തി. ഞങ്ങളിനിപ്പോൾ പാമ്പൻ പാലവും താഴത്തെ ബ്രിഡ്ജും എല്ലാം കാണാനായിട്ട് വണ്ടി ഒതുക്കി. ഇത് നിങ്ങൾ ഈ കാണുന്നതാണ് ഈ പാമ്പൻ പാലം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പഴയ പാലം, അപ്പുറത്തുള്ളത് പുതിയ പാലം. പുതിയ പാലത്തിലൂടെയാണ് ഇപ്പം യാത്രയുള്ളത്. പഴയ പാലം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അവിടെ മൊത്തം സീബെഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫുൾ പാറയും കാര്യങ്ങളൊക്കെ അടുക്കിയിട്ടാണ് അവർ ഈ പണിയൊക്കെ കഴിച്ചത്. നല്ല വൃത്തിയുള്ള കടലാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് അപ്പുറത്തെ സൈഡ്. ഈ ഫിഷിംഗ് ബോട്ടുകളെല്ലാം കുറെ നങ്കൂരം ഇട്ടിരിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബോട്ട്സ് ഉണ്ട്. ഞങ്ങൾ ഈ കാണുന്ന പോലെ വീഡിയോയിൽ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ബോട്ട്സ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് വീണ്ടും പാമ്പൻ പാലം ഇറങ്ങി രാമേശ്വരം ആ ഒരു സിറ്റി ഏരിയയിലോട്ട് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുന്നില്ല, പക്ഷെ ഞങ്ങൾ ധനുഷ്കോടിയിലോട്ടാണ് ആദ്യം പോകുന്നത്. ഇന്ന് തന്നെ ധനുഷ്കോടിയും കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ക്ലൈമറ്റ് നല്ലതായിരിക്കുന്നതുകൊണ്ട് പോകുന്നതാണ്. രാമേശ്വരത്ത് പോയവർക്കൊക്കെ അറിയാം, രാമേശ്വരം നമ്മുടെ ധനുഷ്കോടി എത്തുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു ഐലൻഡ് പോലത്തെ ഒരു പ്ലേസ് ഉണ്ട്. കോതന്തരാമർ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ടെമ്പിളിനകത്ത് കയറുന്നില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് പുറത്ത് അവിടെ കുറച്ച് വ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം. എന്നാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡും കടലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോഴും ആ ഒരു ഫീൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണത്.
അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പതുക്കെ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് നമുക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഇവിടെ തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് നമുക്ക് അടുത്തോട്ട് പോയിട്ടൊന്ന് നോക്കാം. ഈ സ്ഥലത്ത് വെച്ചാണ് ഭഗവാൻ ശ്രീരാമൻ വിഭീഷണനെ ബ്ലസ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലമാണ്. കടൽ വെള്ളം എടുത്ത് ബ്ലസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിന്റെ കിടപിടിച്ച് ബ്ലസ് ചെയ്യാനായിട്ട് ഒരുപാട് ബിസിനസ് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ ഒരു കൂടൊക്കെ കെട്ടി. ഞങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി ഉള്ളൂ, അങ്ങ് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അതാണ് ബ്ലസ് ചെയ്ത സ്ഥലം. പാദങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സോ അവരകത്ത് അവരുടെ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഈ കടലിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നാട്ടുകാർ തന്നെയാണ്, ഞങ്ങൾ ഈ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെയാണ് ഈ സ്ഥലം വേസ്റ്റ് ആക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ആ കടലിനെ ആ ഒരു വൃത്തിയെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പരിപാടിയാണ്. അപ്പൊ ഇത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതൊരു അവയർനെസ് ആയിട്ട് എടുത്ത് ഞങ്ങൾ ഈ പോയാലും അത് ഇടത്തില്ല, വേസ്റ്റ് അവിടെ ഇടത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും നമ്മൾ കാണുന്നത് ധനുഷ്കോടിയിലോട്ട് പോകുന്ന റോഡ് തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് സൈഡും കടലും പിന്നെ കടൽ ഭിത്തിയൊക്കെ കെട്ടി നല്ല സുന്ദരമായ റോഡ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, ഈ റോഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഫോട്ടോ സ്പോട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ സൈഡിൽ ഇറങ്ങി നിർത്തി എടുക്കുകയും എല്ലാം ചെയ്യാം. കടലിന് തീരെ ആഴമില്ല, മണൽത്തിട്ടയാണ് ഫുള്ളായിട്ടും. ഇപ്പൊ നമുക്ക് നടന്നു വേണമെങ്കിലും അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്, അവിടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ നമ്മൾ ഏകദേശം ഈ റോഡിന്റെ എൻഡ് എത്താറായിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ട്രാഫിക് നല്ല രീതിയിലുണ്ട്. ടൂറിസ്റ്റുകൾ വന്നതും പിന്നെ അവരുടെ വണ്ടിയുടെ പാർക്കിങ്ങും എല്ലാമാണ് ഇവിടെ. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ബസ്, ഇവിടം വരെ ബസ്സും വരുന്നുണ്ട്, ഗവൺമെന്റ് ബസ് വരുന്നുണ്ട്. ഏതോ സ്കൂളിലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ബൈക്ക് അങ്ങ് അറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞങ്ങൾ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ബാരിക്കേഡൊക്കെ താണ്ടി പോവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പൊക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം അങ്ങറ്റം ലാസ്റ്റ് വരെ പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലാസ്റ്റ് റോഡല്ലേ, അപ്പൊ റോഡിന്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പോയി അവിടെ നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം. അപ്പൊ അത് മുന്നേയും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ വിനീത് ഇത് ആദ്യമായിട്ടാണ് ധനുഷ്കോടി വരുന്നത്. രാമേശ്വരത്ത് വന്നിട്ടും ധനുഷ്കോടി വരാത്ത ഒരു ഹതഭാഗ്യനാണ് വിനീത്. അപ്പൊ വിനീതിനെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് പോവാം എന്നുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നോർത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ വന്നിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ വണ്ടി കൊടുത്തു. അപ്പൊ അവർ 2 റൗണ്ട് ഓടിച്ചൊക്കെ നോക്കുവാണ്. അവര് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. വണ്ടി എത്രയായി, വണ്ടി എങ്ങനെ ഉണ്ട്, വണ്ടി എത്ര CC ഉണ്ട് വണ്ടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അവരുടെ ഭാര്യമാരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഭർത്താവ് വണ്ടി ഓടിക്കുന്നത്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഡ്രൈവൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ കടലിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അവിടെ റെഡ് ഫ്ലാഗ് കുത്തി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. കുറച്ച് ഡെപ്ത് ഉള്ള ഒരു ഏരിയ ആണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാലൊക്കെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ടൊക്കെ പോകാം. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവർ ഒരുപാട് നേരം അലവ് ചെയ്യത്തില്ല. പെട്ടെന്ന് നമ്മൾ നോക്കി കണ്ടതിന് ശേഷം കയറി പോവേണ്ടതാണ്. ഞാനൊക്കെ നല്ല കറുത്ത് കരുവാളിച്ചിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. ഉപ്പും വെയിലും കൂടി അടിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കറുത്ത് പോകാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയൊക്കെ കണ്ടു. നമ്മളിവിടെ നമ്മുടെ രാമേശ്വരത്തോട്ട് തിരിച്ചു പോകാം എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിനീത് പെട്ടെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്ക് മാങ്ങ കഴിച്ചാൽ, ഉപ്പിലിട്ട മാങ്ങയും നല്ല പൈനാപ്പിളും എല്ലാം ഇവിടെ കിട്ടും, മാങ്ങി കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ശരി കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് നമ്മളിവിടെ സൈഡിൽ വണ്ടി ഒതുക്കാൻ പോവുകയാണ്.
അപ്പോൾ വിനീത് പറഞ്ഞു ശരി നമുക്കെങ്കിൽ ഇവിടുന്ന് തന്നെ കഴിച്ചു കളയാം, ഇങ്ങോട്ട് വണ്ടി ഒതുക്കിക്കോ, നമുക്ക് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വണ്ടി ഒതുക്കി. ₹50 ഒരു മാങ്ങയ്ക്ക്. ഇത്തിരി റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരോട് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. അവരതെല്ലാം ഇട്ട് പിന്നെ ഇതിന് ഒരു സാധനം കൈമാറുന്നു. ഞാനെങ്കിൽ അതിൽ നിന്നൊരു പീസ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പീസ് എടുത്തു. ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. ഇപ്പം ഈ ചൊന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറ ഉണ്ടല്ലോ, മാങ്ങയുടെ കറ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ വിനീതിനോട് പറയുന്നുണ്ട് ഇത് ഭയങ്കര കടുപ്പേറിയ ഒരു മാങ്ങയാണ്, അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ സ്റ്റിൽ എന്നാലും മാങ്ങയും ഉപ്പും എരിവൊക്കെ ആയിട്ട് ഞങ്ങളതും കഴിച്ചു. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ബ്രിട്ടീഷ് ചർച്ച് കാണാനായിട്ട് പറ്റും. അതിന്റെ അവശിഷ്ടങ്ങളാണ്, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മലയാളി ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞങ്ങൾ ചർച്ചിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചുറ്റും കുറച്ച് കടകളും പിന്നെ ഇതുപോലെ നടക്കാനുള്ള ഒരു പാതയും അവിടെയും പട്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വളരെ സൂക്ഷിച്ചു പോകണം. കുറച്ച് റിമൈൻസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കുറച്ച് കല്ലുകളും അതിന്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും ഇവിടെ കാണാനില്ല. ജസ്റ്റ് കണ്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാം. അങ്ങനെ ധനുഷ്കോടിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ഹോട്ടൽ എടുക്കണം. ഹോട്ടൽ എടുക്കാനായിട്ട് നമ്മളൊരു 750-800 രൂപയ്ക്ക് ഞാനിവിടെ വന്നാൽ സ്ഥിരം താമസിക്കാറുള്ള ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടി. എന്തോ ഭാഗ്യത്തിന് ഈ വീക്കെൻഡ് ആയിരുന്നിട്ടും വലിയ തിരക്കില്ലാത്തത് കൊണ്ട്, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കിട്ടിയത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി നമുക്ക്. നമ്മൾ അവിടെ താമസിച്ചു. രാത്രിത്തെ ഇതുപോലത്തെ ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ സ്ഥിരം നടക്കാറുള്ളതാണ്. അപ്പൊ എഴുന്നള്ളിപ്പൊക്കെ കണ്ടു. അമ്പലത്തിൽ കയറി തൊഴാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രി കറങ്ങി അവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ കണ്ടു, ഫിഷ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ജിഗർദണ്ഡ കുടിക്കണം എന്നൊരു ആഗ്രഹം. ആദ്യമായിട്ടാണ് ഞാൻ ജിഗർദണ്ഡ ട്രൈ ചെയ്യുന്നത്. അപ്പൊ വിനീത് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ജിഗർദണ്ഡ, വിനീത് നോർമൽ ജിഗർദണ്ഡ, ഞാൻ സ്പെഷ്യൽ നട്ട്സ് ഒക്കെ ഉള്ള ജിഗർദണ്ഡ കഴിച്ചു. ഇത് ഞാൻ ഇവിടെ വന്നാൽ മിസ് ചെയ്യാത്തൊരു സാധനമാണ് പൊങ്കൽ. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ അബ്ദുൽ കലാം മെമ്മോറിയൽ, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ വന്ന് മ്യൂസിയം ഒക്കെ നല്ല രീതിയിൽ കണ്ടു. നല്ല നീറ്റ് ആൻഡ് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള മ്യൂസിയമാണത്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ഏകദേശം അവസാനിപ്പിച്ചു. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈവനിങ് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് ബ്ലോഗ്സ്. താങ്ക് യു.